ഏവർക്കും PSCകളിലേക്ക് സ്വാഗതം. 2026 ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2026 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് മാരുതി സുസുക്കിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫാർസ് ഏത് രാജ്യത്തെ മാധ്യമമാണ്? ഫാർസ് എന്നത് ഇറാനിലെ മാധ്യമമാണ്. കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി VD സതീശനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ചത് കേരളമാണ്. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? നമാമി ഗംഗയാണ്. ഇവിടെ നവാമി ഗംഗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അരുൾ നൂൽ ആരുടെ കൃതിയാണ്? അരുൾ നൂൽ വൈകുണ്ഠസ്വാമിയുടെ കൃതിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ ME നായിഡു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഓപ്ഷൻ ഡി ലൂ. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുമെല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഓപ്ഷൻ എ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം പടിഞ്ഞാറൻ തീരസമതലമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ആണ്. കർണാടകത്തിലെ ആണവോർജ നിലയം ഏതാണ്? ഓപ്ഷൻ ഡി കൈഗയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് ഹിമാനികളാണ്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി നഞ്ചിയമ്മയ്ക്കാണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, മൗണ്ട് ബാറ്റൻ പ്രഭു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ CPI 16 സീറ്റുകൾ കരസ്ഥമാക്കി. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ ആണ്. PC വിഷ്ണുനാഥ് ടൂറിസം, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, സണ്ണി ജോസഫ് വൈദ്യുതി. അടുത്ത ക്വസ്റ്റ്യൻ, വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദരിദ്രരെ സഹായിക്കാനായി ഒരു പിടിയരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത് മണിപ്പൂരിലാണ്. 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ഡോക്ടർ HN കുൻസ്രു ഇതിലെ അംഗമായിരുന്നു. 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം 21-ാം വകുപ്പിന്റെ ഭാഗമാണ്. ട്രോമ കെയറിനുള്ള അവകാശം, ആർത്തവ ആരോഗ്യവും അന്തസ്സും, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, അഭയത്തിനുള്ള അവകാശം. അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്തുന്നതിനാണ്. ആനി ബസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ. ജയപ്രകാശ് നാരായൺ എന്തുകൊണ്ട് സോഷ്യലിസം, രവീന്ദ്രനാഥ ടാഗോർ ലെറ്റേഴ്സ് ഫ്രം ഏഷ്യ. ഇവയെല്ലാം ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ, സർക്കാരിയ കമ്മീഷൻ പഞ്ചായത്തി രാജ്, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതെല്ലാമാണ്? സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതിൽ 19-ാം വകുപ്പിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ്. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യവും സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള. സർവേ ഭവന്തു സുഖിന എന്ന ഔദ്യോഗിക മുദ്രാവാക്യം എന്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനമാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ഗംഗാ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? വന്ദേ മാതരം ദേശരാഗത്തിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ശ്രീ ഭരത് ലാൽ ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമം പാസാക്കിയ രാജ്യമേതാണ്? ഓപ്ഷൻ ഡി സ്വീഡനാണ് ശരിയായിട്ടുള്ള ഉത്തരം. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജന്മസ്ഥലമാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് ശരിയായിട്ടുള്ള ഉത്തരം.
സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയത് കേരളമാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാടും ചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആരാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി താരം ഓപ്ഷൻ എ PT ഉഷയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നതാണ് ശരിയായിട്ടുള്ളത്. വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് CK കുമാരപണിക്കരാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ്. കല്ലുമാല സമരവും വില്ലുവണ്ടി സമരവും അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. താഴെ തന്നിരിക്കുന്നവയിൽ VT ഭട്ടതിരിപ്പാടിന്റെ കൃതി ഏതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് രജനീരംഗം. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് എന്താണ്? വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പണ്ഡിറ്റ് KP കറുപ്പന്റെ രചന തിരഞ്ഞെടുക്കുക. KP കറുപ്പന്റെ രചനയാണ് ജാതിക്കുമ്മി. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കീഴരിയൂർ ബോംബ് കേസ് എന്നതാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികയിൽ നൽകിയിട്ടുള്ളവയെ ബി പട്ടികയുമായിട്ട് യോജിപ്പിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 Q ആമാശയം പെപ്സിൻ ആണ് വരുന്നത്. വായ സലൈവറി അമിലേസ് ആണ്. പാൻക്രിയാസ് ട്രിപ്സിൻ ആണ്. കരളാണ് പിത്തരസം. മനുഷ്യരിലെ രക്തപരിഹരണത്തെ സംബന്ധിക്കുന്ന താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പരിഹരണം. ഊർധ്വമഹാസിര സിസ്റ്റമിക് പരിഹരണത്തിന്റെ ഭാഗമാണ്. ജീവകങ്ങളുടെ അഭാവത്തിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ഏത് പോഷകങ്ങളുടെ കുറവിനോട് ബന്ധപ്പെട്ടതാണ്? കുട്ടികളിൽ എല്ലുകൾ വളയുക, മൃദുവാകുക, എളുപ്പത്തിൽ പൊട്ടലുകൾ ഉണ്ടാവുക, പകൽ വെളിച്ചത്തിൽ സാധാരണ കാഴ്ച, മങ്ങിയ വെളിച്ചത്തിൽ അന്ധത. ആദ്യത്തേത് വിറ്റാമിൻ ഡിയും രണ്ടാമത്തേത് വിറ്റാമിൻ എയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതു കൂട്ടത്തിലാണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വെള്ളത്തിൽ ലയിക്കുന്നത്
ബിയും സിയുമാണ്. മാരകമായ അമീബിക് മസ്തിഷ്ക ജ്വരം മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവിയാണ് നെഗ്ലേറിയ ഫൗളേറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റിംഗ് വേമിനും കാൻഡിഡിയാസിനും പൊതുവായിട്ടുള്ള സവിശേഷത എന്താണ്? രണ്ടും ഫംഗൽ ഡിസീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചർമ്മരോഗവുമായി ബന്ധപ്പെട്ട് ഒരു രോഗി ഈ സഞ്ജീവനി സേവനം ഉപയോഗിക്കുന്നു. രോഗിയുടെ സമ്മതത്തോടെ ഡോക്ടർ രോഗിയുടെ പൂർവ്വകാല ഡിജിറ്റൽ ചികിത്സാ രേഖകളും മരുന്നുകുറിപ്പുകളും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഡിജിറ്റലായി ലഭിക്കാൻ സഹായിക്കുന്ന സംവിധാനം താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ആദ്യ, പുണ്യ എന്നീ കാർഷിക വിളയിനങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിശകലനങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. നെല്ലിനങ്ങളാണ് കേരള കാർഷിക സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്, കേരളത്തിലെ വനമേഖലയിലെ താഴെ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വടക്കു നിന്നും തെക്കോട്ട് ക്രമീകരിച്ചാൽ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മിനറൽ വാട്ടർ ബോട്ടിലുകളിലും ചിലതരം സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പുനഃചംക്രമണ ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ പി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വൺ ടൈം യൂസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 13ഉം ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം 7 ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്കിന്റെ അയിര് കലാമിനാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. ഊർജത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്നത്? ഭൂകമ്പ തീവ്രതയാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സംഭവിക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജം രാസോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഊഷ്മാവിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ജലത്തിന്റെ തിളനില അഥവാ 100 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? ഓപ്ഷൻ ബി 373 കെൽവിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാർക്ക് ചെയ്തു പോകാം. 81ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ എ ആണ്. 83 ഓപ്ഷൻ ബി ആണ്. 84ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 85ാമത്തേത് ഓപ്ഷൻ ഡി ആണ്. 86ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 87 ഓപ്ഷൻ എ ആണ്. 88 ഓപ്ഷൻ ഡി ആണ്. 89ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 91ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 92ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരവും ഓപ്ഷൻ സി ആണ്. 93ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 94 ഓപ്ഷൻ സി ആണ്. 95ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 98 ഓപ്ഷൻ ബി ആണ്. 99ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്.